TV ശരവണൻ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. 26/12/2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. യേശു നന്ദി, യേശു സ്തുതി, യേശു ആരാധന. ഞാൻ ഒരു എളിയ 1-2 സാക്ഷ്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നടന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സാക്ഷ്യം പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങൾ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി കൃപാസന മാതാവിൻ്റെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ കൃപാസന മാതാവിൻ്റെ കാശ് രൂപവും അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പുമാണ് എനിക്കിവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ ദിവസങ്ങളിലും ഇവിടുത്തെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുടക്കം പലപ്പോഴായി വരാൻ സമയം തെറ്റായി പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാതാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡിലും ഞാൻ കൃത്യമായി ഉടമ്പടി പാലിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാം വളരെ അത്ഭുതം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അപ്പോൾ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും കേസും തുടർന്നുള്ള വഴക്കും, അങ്ങനെ പൊതുപ്രവർത്തകർ കേസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് കഴിഞ്ഞ 14 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. അവിടെ പാലോട് സബ് രജിസ്ട്രാർ കേസ് നമ്മൾ TV-യിലൂടെയൊക്കെ കണ്ടു കാണും. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പെരിങ്ങമല എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നും നന്ദിയോടെന്ന് പറയുന്ന പഞ്ചായത്തിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് ഒഴിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് പെരിങ്ങമല പഞ്ചായത്തിൽ നിന്നും നന്ദിയോട് പഞ്ചായത്തിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരുമ്പോൾ പെരിങ്ങമല പഞ്ചായത്തിലെ ഒട്ടുമിക്ക പാർട്ടിയുടെയും നേതാക്കന്മാരെല്ലാവരും കൂടി അതിന് തടയുകയുണ്ടായി. ഈ തടഞ്ഞിട്ട് ആ കേസ് അന്ന് DYSP-യൊക്കെ ആക്രമിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേട് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേസുണ്ടായി. ആ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് 14 വർഷങ്ങളായി. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഏതാണ്ട് 14 വർഷങ്ങളായി കേസ് പറയുമായിരുന്നു. അപ്പോൾ കേസിന് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ ഒരു അവസാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വരുമ്പോൾ APP വരുന്നില്ല, APP വരുമ്പോൾ ജഡ്ജി കാണില്ല. ഇങ്ങനെയായിരുന്നു കേസ്. അപ്പോൾ ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയി ഉടമ്പടി എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കേസിൻ്റെ തലേന്ന് ഇങ്ങനെ പറഞ്ഞു. കൃപാസന മാതാവിനോട് പറഞ്ഞു, ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. കേസ് തീരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതാണ്. ഒരിക്കലും തീരാത്ത കേസുകളാണ് നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ മാതാവിനോടൊരു ആവശ്യം പറഞ്ഞു. 14 വർഷമായി കേസ് തുടങ്ങിയിട്ട് ഈ കേസ് എങ്ങനെയെങ്കിലും തീർത്ത് തരണം എന്ന് പറഞ്ഞു. നാളെ കേസുണ്ട്, കോടതിയിലേക്ക് പോവുകയാണ്. മാതാവ് സഞ്ചാരി മാതാവാണല്ലോ. വന്നിട്ട് ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കോടതിയിൽ പോയി. മാതാവ് അവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ മാതാവ് എത്തി. ജഡ്ജി നമ്മളെല്ലാവരും നോക്കി, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനത്തെ ഹിയറിങ് എനിക്ക് മനസ്സിലായി. വക്കീലിനോടും APP-യോടും ജഡ്ജിനോടുമൊക്കെ നമ്മുടെ കൃപാസന മാതാവിനെ സംസാരിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പായി. കഴിഞ്ഞ മാസത്തിൽ വിധി വന്നും കേസ് തള്ളിപ്പോയി. അതിനകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്ന നമ്മൾ 39 പ്രതികളുണ്ടായിരുന്നു. 39 പേരെയും അതിലുൾപ്പെട്ട എന്നെയും കോടതി വെറുതെ വിട്ടു. അത് കഴിഞ്ഞിട്ട്
ഒരു കുടുംബത്തിൻ്റെ ഞാൻ വീട് വയ്ക്കാനായിട്ട് വാങ്ങിയ സ്ഥലത്തിൻ്റെ അതിരുമായി ബന്ധപ്പെട്ട് കുറച്ച് ശത്രുക്കളുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ സ്ഥലം, വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം വേറെ കുറച്ച് പേര് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ച് വച്ചിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വീട് വയ്ക്കാൻ വന്നപ്പോൾ വലിയൊരു പ്രശ്നം നടന്നു. അടിപിടി കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമായതിനാൽ അതിലൊരു സംഘർഷത്തിൽ ഞാനും ചെന്ന് പെട്ടു. നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ പോലും കേസും വഴക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ കേസ് കഴിഞ്ഞ 9 വർഷങ്ങളായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിരപരാധിയായ ആളുകളുടെ കേസിൽ മാതാവ് പെട്ടെന്ന്, നമ്മുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാതാവ് പരിഹരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴും മാതാവിൻ്റെ കാശിരവും കഴുത്തിലിട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരാപത്തുകളും ഒരിടത്തും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, കർക്കശക്കാരായ ജഡ്ജിമാർ മാറി മാറി വന്നു പോകും. ചില ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കർക്കശമുള്ളവരാ. ഈ കേസ് എങ്ങനെയെങ്കിലും തീർത്ത് തരണേന്ന് പറഞ്ഞു. ഡിസംബറിൽ 26-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ജാനുവരി പകുതി കഴിഞ്ഞപ്പോൾ ആ കേസും കോടതിയിൽ വെച്ച് തള്ളിപ്പോയി. അങ്ങനെ ആ കേസിലും നിരപരാധികളായ ഞാനൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ വീടിനടുത്തൊരു ക്ഷേത്രമൊന്നും പറയുന്നില്ല, ക്ഷേത്രത്തിലെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷററുമായിട്ടൊക്കെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവരെനിക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു. അപ്പോൾ ഞാൻ കേസ് കൊടുത്ത് പ്രതി എന്ന് പറയുന്ന പരാതിയിൽ പ്രതി എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവരും പ്രതികളല്ലല്ലോ, കേൾക്കുമ്പോൾ പ്രതികളാണെന്ന് തോന്നാം. ഞാൻ തലേ ദിവസം ശക്തമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. കാശിരൂപം കൂടെ മുത്തം കൊടുത്ത് പ്രാർത്ഥിച്ചു. വരാതിരിക്കരുത്, സ്റ്റേഷനിലേക്കാണ് പോണത്, വരാതിരിക്കരുത്, വേറെ ആരും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ല എന്ന് ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് കൂടെ ഉമ്മ കൊടുത്ത് പ്രാർത്ഥിച്ചു. മാതാവ് മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ വരാം, സ്റ്റേഷനിൽ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. തുടർന്ന് ഇത് യാഥാർത്ഥ്യമാണോ കള്ളമാണോ എന്നറിയാൻ, മാതാവ് വരികയോ ഇല്ലയോ എന്നറിയാൻ ഞാൻ വീണ്ടും പരീക്ഷിച്ചു. ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ, SIയുടെ കയ്യിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്, SIയോട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി മാതാവ് സംസാരിക്കണം എന്ന് പറഞ്ഞു. മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കെതിരെ 21 പേര് ഒപ്പിട്ട ഒരു പരാതി അവിടെ കൊണ്ടുവന്നു. ക്ഷേത്ര പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ബാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒപ്പിട്ട ഒരു പരാതി വന്നു. മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, വ്യാജമായ പരാതി ഇവിടെ ഉടമ്പടി എടുത്ത ആർക്കെങ്കിലും എതിരെ വ്യാജമായ പരാതികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാതാവ് കറക്റ്റ് ആ സ്പോട്ടിൽ വന്ന് ആ കേസ് തീർപ്പാക്കി തരും. നമുക്ക് SIയോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്നതും SI എനിക്ക് അനുകൂലമായ 3 പേരോടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ 3 പേരും ദൈവീതി എനിക്കെതിരെ ശബ്ദിക്കരുത്, അവരെ വായൊന്ന് അടച്ചു പിടിക്കണേന്ന് പറഞ്ഞു. പറയാവുന്നറിയില്ല. മാതാവ് അതുപോലെ കേട്ട് 3 പേരും നിശബ്ദമായി അവിടെ ഇരുന്നു. 3 പേരും വാ അടച്ചു പിടിച്ച് അവിടെ ഇരുന്നു. SI എനിക്ക് വേണ്ടി സംസാരിച്ചു. ആ 3 പേരോട് ഇറങ്ങി ഓടിക്കൊള്ളണമെന്ന് പറഞ്ഞു. 3 പേരും പോയ വഴി ഇതുവരെ പുല്ല് പോലും കിളർത്തിട്ടില്ല. അതായത് എല്ലാ ആവശ്യങ്ങളിലും. ഇടയ്ക്ക് എനിക്ക് BP ലോ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, BP മരുന്ന് കഴിക്കാൻ പറ്റില്ല, ചെറുപ്പക്കാരനാണല്ലോ, ഇപ്പോഴേ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മരുന്നൊന്നും കഴിക്കണ്ട, സാധാരണ പോലെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നു, സോഡാ നാരങ്ങ കുടിക്കണമെന്നാണ് പറഞ്ഞിരുന്നേ. കടയിൽ ചെന്ന് സോഡാ നാരങ്ങ കുടിക്കാതെ ഞാൻ നേരെ ഒരു സോഡ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് തന്ന കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് സോഡയിൽ ചേർത്ത് ഞാൻ കഴിച്ചു. പിന്നീട് പരിശോധിച്ച് നോക്കി, BP ഇന്ന് വരെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങളുടെയും മാഹാത്മ്യം ഞാൻ തിരിച്ചറിയുന്നതാണ്. നിസാരവൽക്കരിച്ച് നമ്മൾ കാണണ്ട. അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങളിലും ഇവിടെ നിന്ന് കിട്ടിയ ഓരോരോ സ്ഥാനങ്ങളും. ഇപ്പം ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയിട്ട് പോയാൽ ശത്രുക്കൾ നേരെ വരില്ല, ഒഴിഞ്ഞു പോകും. എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ 3 മാസമായി ഉടമ്പടിയെടുത്ത നിമിഷം മുതൽ കൃപാസന മാതാവിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ഈ പുണ്യഭൂമിയിൽ എത്തിച്ച
ഡോക്ടർ VP ജോസഫ് അച്ഛൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനവരെ മാതാവിനോട് ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവിന് വേണ്ടി ജീവിക്കും, അച്ഛന് വേണ്ടി ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കും. നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് കർത്താവിൻ്റെ പുണ്യമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപാസന മാതാവിനോട് 1000 നന്ദി എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.